Welcome to Shada Broadcasting. Welcome everyone. Welcome to the free Path IAS program. So last class we discussed about numbers and digits and expansion. Digits like 1 തൊട്ട് 9 വരെ 9 digits, 1 തൊട്ട് 99 വരെ 189 digits, 1 തൊട്ട് 999 വരെ നമുക്ക് 2889 digits and 1 തൊട്ട് 9999 വരെ 38,889 digits. ഓക്കെ, ദെൻ നമ്മൾ എക്സ്പാൻഷൻ അതിന് മുമ്പും പഠിച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ഒരു ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ ലെറ്റ് എ ബി സി റെപ്രസെൻറ്റ് ഡിസ്റ്റിങ്ക്റ്റ് നോൺ സീറോ ഡിജിറ്റ്. സപ്പോസ് എക്സ് ഈസ് ദ സം ഓഫ് ഓൾ പോസിബിൾ 3 ഡിജിറ്റ് നമ്പർ. എ ബി സി വെച്ചുള്ള എല്ലാ 3 ഡിജിറ്റ് നമ്പറും എഴുതണം. എ ബി സി വെച്ച് എനിക്ക് ഏതൊക്കെ നമ്പേഴ്സ് എഴുതാം? എ ബി സി ഒരു 3 ഡിജിറ്റ് നമ്പർ ആണല്ലേ. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ എന്ത് ഒരു നമ്പർ എടുക്കാം, 352. ഈ 352 വെച്ച് എനിക്ക് എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് എഴുതാൻ പറ്റും? നമുക്ക് നോക്കാം. ആദ്യം ഏറ്റവും ചെറുതിയും തുടങ്ങാം. 235 എഴുതാം അല്ലേ. ഇനി ഞാൻ ഈ 35നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിഞ്ഞാൽ എനിക്ക് 253 എഴുതാമല്ലോ. ഇനിയും 2-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ഉണ്ടോ? ഇല്ല. ഇനി അടുത്ത ചെറിയ നമ്പർ എടുക്കണം, 325. ഇനി ആ 25നെ ഞാൻ ഒന്നുകൂടെ അറേഞ്ച് ചെയ്തു, 352 അല്ലേ. ഇനി അടുത്ത നമ്പർ എടുത്താൽ 3യുടെ ഓപ്പറേഷനും കഴിഞ്ഞു, എനിക്കിനി 5 വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. 523 ആൻഡ് 532. അതായത് 3 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ, 3 ഡിജിറ്റ്സ് ഉണ്ടെങ്കിൽ എനിക്ക് എത്ര 3 ഡിജിറ്റ് നമ്പർ പോസിബിൾ ആണ്? 6 3 ഡിജിറ്റ് നമ്പേഴ്സ് പോസിബിൾ ആണ് അല്ലേ. 352 3 ഡിജിറ്റ് എനിക്ക് തന്നു. അത് വെച്ച് എനിക്ക് എത്ര 3 ഡിജിറ്റ് നമ്പർ എഴുതാം? 6 എണ്ണം എഴുതാം. ആ സെയിം ഓപ്ലിക്കേഷനാണ് ഞാൻ ഇവിടെ എ ബി സിയിലും ചെയ്യുന്നത്. എ ബി സിയിൽ എനിക്ക് ഏതൊക്കെ 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്? ഒന്ന് എനിക്ക് എഴുതാവുന്നത് എ ബി സി ആണ്. എ ബി സി എഴുതാം. 2 എ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു, പക്ഷേ ബി എ സി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. സോ എ വെച്ചുള്ള നമ്പേഴ്സ് കഴിഞ്ഞു. ഇനി ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ബി എ സി പ്ലസ്, ഇനി ഞാൻ വീണ്ടും ഇതിനെ ഒന്ന് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ബി സി എ, അത് വെച്ചുള്ള നമ്പേഴ്സും കഴിഞ്ഞു, പ്ലസ്. ഇനി അടുത്തതെന്ന് പറയുന്നത് എന്താ? ഏതാന്ന് നോക്കിയേ. സി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു, സി എ ബി പ്ലസ് ഒരു നമ്പറും കൂടെ ഉണ്ട്, സി ബി എ. സോ ഇത്രയും നമ്പേഴ്സ് എനിക്ക് പോസിബിൾ ആണ്. സോ അതാണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്. സപ്പോസ് എക്സ് ഈസ് ദ സം ഓഫ് ഓൾ പോസിബിൾ 3 ഡിജിറ്റ് നമ്പേഴ്സ്. എല്ലാ പോസിബിലിറ്റിയും ഞാൻ എടുക്കണം. ഒരു പോസിബിലിറ്റി കൊണ്ട് എനിക്ക് നിർത്താൻ പറ്റില്ല. എനിക്ക് ഈ 3 എ ബി സി വെച്ചിട്ടുള്ള എല്ലാ പോസിബിലിറ്റിയും കൺസിഡർ ചെയ്തേ പറ്റുള്ളൂ. സോ 6 പോസിബിലിറ്റി ഉണ്ട് ടോട്ടൽ. 6 പോസിബിലിറ്റി ഞാൻ എടുത്തു അല്ലേ. ഇനി ക്വസ്റ്റ്യനിലേക്ക് പോകാം. റെപ്പറ്റീഷൻ പാടില്ല. അതായത് ഇപ്പോൾ A1 എടുത്താൽ B1 എടുക്കാൻ പറ്റില്ല. ഓക്കെ, A2 എടുത്താൽ B2 എടുക്കാൻ പറ്റില്ല. റെപ്പറ്റീഷൻ ഈസ് നോട്ട് അലൗഡ്. ഇനി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ദ 4 ഡിജിറ്റ് ലീസ്റ്റ് വാല്യൂ ഓഫ് എക്സ് ഈസ് 1332. അതായത് ഇത് മൊത്തം കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ലീസ്റ്റ് വാല്യൂ എത്രയായിരിക്കും? 1332 ആയിരിക്കും. അതാണ് ഒരെണ്ണം. രണ്ടാമത്തത്, ദ 3 ഡിജിറ്റ് ഗ്രേറ്റസ്റ്റ് 3 ഡിജിറ്റ് വാല്യൂ 888 ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അതിനകത്ത് എത്ര സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്? 1 മാത്രം ട്രൂ ആണോ? 2 മാത്രമാണോ? അത് രണ്ടും ശരിയാണോ? അത് രണ്ടും തെറ്റാണോ? നമ്മൾ അതാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? വെരിഫൈ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിനെ ഒരു ഓർഡറിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്പാൻഡ് ചെയ്യുന്നു. എങ്ങനെ എക്സ്പാൻഡ് ചെയ്യും? എനിക്കിതിനെ എങ്ങനെ എഴുതാം? 100A എഴുതാം അല്ലേ, പ്ലസ് 10B പ്ലസ് സി. ഇതിനെനിക്ക് എക്സ്പാൻഡ് ചെയ്യാം. അടുത്തതിലും എനിക്ക് എങ്ങനെ എഴുതാം? 100A പ്ലസ് 10B പ്ലസ് സി എന്ന് എഴുതി. ഓക്കെ, എ വെച്ചുള്ളത്. ഇനി ബി വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എനിക്ക് എത്രയാണ്? 100B പ്ലസ് 10A പ്ലസ് സി എന്ന് എഴുതി. അടുത്തത് നോക്കിയേ, 100B തന്നെ പ്ലസ് 10C പ്ലസ് എ എന്ന് എഴുതി, പ്ലസ് ഇനി അടുത്ത സി എ ബിയുടെ എക്സ്പാൻഷൻ. സി എ ബി എനിക്ക് 100A എന്ന് എഴുതാം, പ്ലസ് 10A എന്ന് എഴുതാം, പ്ലസ് ബി. ഇനിയും സി ബി എയിലേക്ക് പോയി കഴിഞ്ഞാൽ 100C പ്ലസ് 10B പ്ലസ് സി എന്ന് എഴുതാം. ഇനി നമുക്ക് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. എത്ര എ ഉണ്ട്? 100A 10A 10A
പിന്നെ ഇവിടെ ഒരു എ ഉണ്ടല്ലോ, ഒരു എ ആൻഡ് ഒരു എ. ഓക്കെ, ഒരു എ. ടോട്ടൽ എത്ര എ ഉണ്ട്? 100, 200, 210, 220, 221, 222. എത്രയുണ്ട്? 222 എ ഉണ്ട്. ഇതുപോലെ തന്നെ എത്ര ബിയും ഉണ്ട്? 222 ബി ഉണ്ട്. ഇതുപോലെ തന്നെ എത്ര സിയും ഉണ്ട്? 222 സിയും ഉണ്ട്. ഓക്കെ, ഇതെല്ലാം കൂട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരുപോലത്തെ വാല്യൂ കിട്ടുള്ളൂ. 222 എ, 222 ബി, 222 സി. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് എനിക്ക് 222 കോമൺ എടുക്കാം അല്ലേ? അപ്പോൾ എൻ്റെ ബ്രാക്കറ്റിനകത്ത് എന്ത് വരും? ഇവിടുന്ന് 222 പോയാൽ ബാക്കി എ, ഇവിടുന്ന് പോയാൽ ബാക്കി ബി, ഇവിടുന്ന് പോയാൽ ബാക്കി സി. എനിക്കിതിനെ എന്താക്കണം? ഏറ്റവും ചെറുതാക്കണം. ഇതിനെ എന്താക്കണം? എനിക്ക് ഏറ്റവും ചെറുതാക്കണം. ചെറുതാക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എക്കും ബിക്കും സിക്കും ചെറിയ വാല്യൂവേ കൊടുക്കാവൂ. ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താ? നോൺ സീറോ ഡിജിറ്റ് ആണ്, സീറോ അല്ല, സീറോയെക്കാളും വലുതാണ്. സീറോയെക്കാളും വലുതായിട്ടുള്ള ഏറ്റവും ചെറിയ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1ഉം 2ഉം 3ഉം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? എക്കും ബിക്കും സിക്കും അതങ്ങ് കൊടുക്കുന്നു. സോ 2, 2, 2 ഇൻറ്റു 1 + 2 + 3. അത് എനിക്ക് എന്ത് കിട്ടും? 2, 2, 2 ഇൻറ്റു 1 + 2 + 3 എന്താണ്? 6 കിട്ടും. എനിക്ക് എത്ര കിട്ടും ആൻസർ? 1, 3, 3, 2. അതായത് ഏറ്റവും ലീസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ബൈ ദ കോമ്പിനേഷൻ എനിക്ക് എത്ര കിട്ടും? ഓപ്ഷൻ എ ട്രൂ ആണെന്ന് കിട്ടി. അതായത് എക്സിൻ്റെ ഏറ്റവും ചെറിയ വാല്യൂ 1332 ആണ്. അതായത് എക്സിന് ഇനി ഏത് വാല്യൂ എടുത്താലും ആ വാല്യൂ എല്ലാം ഈ 1332വിനേക്കാളും ഗ്രേറ്ററേ ആകുള്ളൂ. അതിനർത്ഥം സെക്കൻഡ് ഓപ്ഷൻ തെറ്റാണ്. കാരണം ഏറ്റവും ചെറിയ വാല്യൂ എന്ത് കിട്ടി? 1332 കിട്ടി. അതിലും കുറയുമോ വാല്യൂ? ഇല്ല. കാരണം ഇവിടെ തന്നിരിക്കുന്നത് 888 ആണ്. അത് എന്താണ്? 888 ആണ് തന്നേക്കുന്നത്. അത് ആരെക്കാളും ചെറുതാണ്? 1332വിനേക്കാളും ചെറുതാണ്. അതിനർത്ഥം എന്താണ്? ഓപ്ഷൻ ബി തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 2 ഈസ് റോങ്, only 1 ഈസ് കറക്റ്റ്. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് ചെയ്യാം? 1 onlyയിലേക്ക് പോകാം. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, സോ എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യനിൽ എക്സ് എന്ന് പറയുന്നത് എ ബി സിയുടെ ടോട്ടൽ കോമ്പിനേഷൻ ആണ്. എത്ര കോമ്പിനേഷൻ ഉണ്ട്? 6 കോമ്പിനേഷൻ. ആ 6 കോമ്പിനേഷനെയും നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. എക്സ്പാൻഡ് ചെയ്തിട്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 222 എ + 222 ബി + 222 സി കിട്ടും. എല്ലാത്തിൽ നിന്നും 222 കോമൺ എടുത്തു, എ + ബി + സി. ഇനി എന്താണ്? ഏറ്റവും ചെറുതായിരിക്കണം, ലീസ്റ്റ് വാല്യൂ. അതിനെന്ത് ചെയ്യുക? എക്കും ബിക്കും സിക്കും ഏറ്റവും ചെറിയ വാല്യൂസ് കൊടുക്കണം. 0 കഴിഞ്ഞാൽ ഏറ്റവും ചെറുത് 1ഉം 2ഉം 3ഉമാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? എക്കും ബിക്കും സിക്കും 1, 2, 3 കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ആൻഡ് വി ഗോട്ട് ദ ആൻസർ ആസ് 1, 3, 3, 2. സോ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് റോങ്. സോ നമുക്ക് എന്ത് പറയാം? യെസ്, ദ ലീസ്റ്റ് വാല്യൂ ഓഫ് എക്സ് ഈസ് 1332. ഓക്കെ, യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിൽ എക്സ്പാൻഷൻ ക്വസ്റ്റ്യൻ ആണ്. A3BC ആൻഡ് DE2F. നമ്മൾ എന്ത് ചെയ്തു? A3BC DE2F ഇവരെ ആഡ് ചെയ്തപ്പം വേർ ഈച്ച് ലെറ്റർ റെപ്രസെന്റ് ഡിഫറെൻറ്റ് ഗ്രേറ്റർ ദാൻ 3 ആണ്. അതായത് നമുക്ക് എക്കും ബിക്കും സിക്കും ഒക്കെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 3 ആയിരിക്കണം. ഗ്രേറ്റർ ദാൻ 3 എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് നമ്പേഴ്സ്? 4, 5, 6, 7, 8, 9. ഇത്രയും നമ്പേഴ്സ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് എക്ക് ഒരിക്കലും നമുക്ക് 1 കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എക്ക് കൊണ്ട് 3 കൊടുക്കാൻ പറ്റില്ല. കാരണം നമ്പേഴ്സ് ഷുഡ് ഓൾവേസ് ബി ഗ്രേറ്റർ ദാൻ 3 എന്ന് പറയുന്നുണ്ട്. നൗ ഇവരെ ആഡ് ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ എന്ന് പറയുന്നത്, സോ ഇവരെ രണ്ടുപേരോട് ഞാൻ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. ആഡ് ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ 15902. 15902. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ഡി? എനിക്ക് വേണ്ടത് എ മൈനസ് ഡി എത്രയാണ്? ഇതാണ് വേണ്ടത്. എ മൈനസ് ഡി എത്രയാണ്? ഓപ്ഷൻസ് നോക്കാം. 1, 2, 3, 4. ഓക്കെ, സോ എനിക്ക് 2 നമ്പർ ഉണ്ട്, A3BC, DE2F. ഞാൻ രണ്ടിനെയും കൂടെ ആഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടി 15902. അങ്ങനെയാണെങ്കിൽ എയും ഡിയും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, നൗ നമുക്ക് എന്ത് ചെയ്യും? ഇവിടേക്ക് നോക്കാം. 7 ആൻഡ് C ആൻഡ് F. ഞാൻ C + F ചെയ്യുമ്പം എനിക്ക് 2 വന്നു. ഏതൊക്കെ നമ്പർ ആഡ് ചെയ്യുമ്പോൾ 2 കിട്ടാം? 2 + 0 ഏതാ 2 കിട്ടാം അല്ലേ?
പക്ഷേ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് നമ്പർ 4-നേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം. നമ്പർ 4-നേക്കാളും ഗ്രേറ്റർ ആകണമെങ്കിൽ അപ്പോൾ ഏതൊക്കെ രണ്ട് നമ്പർ ആഡ് ചെയ്യുമ്പോൾ 2 കിട്ടും? ഞാൻ 7ഉം 5ഉം ആഡ് ചെയ്തു. 7 + 5 ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 12 വരും. എനിക്കിവിടെ 2 എഴുതാം. ഞാൻ ഇവിടെ ഒരു ക്യാരി ഓവർ കൊടുത്താൽ മതി അല്ലേ? ക്യാരി ഓവർ കൊടുത്താൽ മതി. സോ സി പ്ലസ് എഫ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ എന്ത് ചെയ്യുന്നു? 7 എടുക്കുന്നു. എഫ് ഞാൻ 5 എടുക്കുന്നു. അതെൻ്റെ ഒരു പോസിബിലിറ്റി. ഇനി എനിക്ക് വേറൊരു പോസിബിലിറ്റി ഉണ്ട്. ഞാൻ 8ഉം 4ഉം എടുക്കുന്നു. 8 + 4 എനിക്ക് 12 ആണ് കിട്ടുന്നത് അല്ലേ? എനിക്ക് 8ഉം 4ഉം എടുക്കാം. സോ ഞാൻ രണ്ടാമത്തെ കേസിൽ സിക്ക് 8ഉം എഫിന് 4ഉം കൊടുക്കുന്നു. നമുക്കിനി ഓരോ കേസ് വെച്ച് കൊടുത്തു നോക്കാം. ആദ്യത്തെ കേസിൽ ഞാൻ എന്ത് ചെയ്യുന്നു? സിക്ക് 7 കൊടുക്കുന്നു, എഫിന് 5 കൊടുക്കുന്നു. സോ 7 + 5 12, 2 ക്യാരി ഓവർ 1. ഇനി നോക്കിയാൽ ബി, ഈ 3 നമ്പറും കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 0 കിട്ടണം. അതായത് ബി +2 + 1 0 വരണം. അപ്പോൾ അത് ഏത് നമ്പർ ആയിരിക്കും? 0 എന്തായാലും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. 0 എന്തായാലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുപോലെ ഈ നമ്പർ ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടുമോ? 2 + 1 + b ചെയ്താൽ 0 കിട്ടുമോ? 0 കൊടുക്കാൻ പറ്റുമോ ബിക്ക്? ഇല്ല. അതിനർത്ഥം 0 ഇവിടെ വരണം. 0 വരണമെങ്കിൽ അത് എന്തായിരിക്കണം? 10 ആയിരിക്കണം അല്ലേ? 10 ആണെങ്കിൽ നമുക്ക് ഇവിടെ 0 ഇട്ടിട്ട് ഇവിടെ ഒരു ക്യാരി ഓവർ കൊടുക്കാം അല്ലേ? 0 ഇവിടെ ഇട്ടിട്ട് മുകളിൽ ഒരു ക്യാരി ഓവർ കൊടുക്കാം. സോ ഞാൻ എന്ത് ചെയ്തു? b + 3 = 10, b = 7. ബിയുടെ വാല്യൂ 7 ആണ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട് ഇവിടെ. കുഴപ്പം എന്താ? ഞാൻ C7 എടുത്തു, എനിക്ക് ബിയും 7 കിട്ടി. ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നേ? ദ നമ്പേഴ്സ് ആർ ഡിഫറൻറ്റ്. നമ്പേഴ്സ് ഡിഫറൻ്റ് ആയിരിക്കണം. C7 ആണെങ്കിൽ B7 ആകാൻ പാടില്ല. C7 ആണെങ്കിൽ B7 ആകാൻ പാടില്ല. അതിനർത്ഥം നമുക്ക് ഒരിക്കലും ഈ ഒരു കോമ്പിനേഷൻ സിക്ക് എന്ത് കൊടുക്കാൻ പറ്റില്ല? 7 കൊടുക്കാൻ പറ്റില്ല. ദാറ്റ് മീൻസ് ഇവിടെ 7 ആൻഡ് 5 നമുക്ക് പറ്റത്തില്ല. കാരണം സിക്ക് 7 കൊടുക്കുമ്പോൾ ബിയും 7 കിട്ടുന്നു. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഓരോ നമ്പേഴ്സും ഡിഫറൻ്റ് ആണെന്ന്. അതായത് C7 ആണെങ്കിൽ B7 ആകാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് എന്ത് ചെയ്യാം? സിക്ക് ഞാൻ 8ഉം എഫിന് ഞാൻ 4ഉം കൊടുത്തു. ഇനി നമുക്ക് ഓക്കെ ആണ്. ഈ ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ പോയി. ഓക്കെ, സോ നോക്കിയേ, സിക്ക് 7 കൊടുത്തു, 8 + 4 12, 2 ക്യാരി ഓവർ 1, b + 2 + 1 = 10, B7 കിട്ടി. നമുക്ക് എന്ത് കിട്ടി? B7 കിട്ടി. ഇനി ഇവിടേക്ക് വരാം. ഓക്കെ, അതായത് അടുത്തത് ഏതായിരുന്നു? അടുത്ത നോക്കുവാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് യെസ്, ഇവിടെ 1 + 3 + e = 9. 1 + e + e = 9. സോ നമ്മൾ ഇവിടെ എഴുതിയിട്ടായിരുന്നല്ലോ നമ്പേഴ്സ്. സോ നമ്മൾ നമ്പേഴ്സ് എഴുതിയിട്ടെടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്പേഴ്സ് എഴുതിയിട്ടെടുത്ത് നമ്മൾ 8 നമ്മൾ സി അസ്യൂം ചെയ്തു, ഇത് നമുക്ക് ബി കിട്ടി, 5 നമ്മൾ എഫ് കൊടുത്തു. നമ്മൾ എടുത്ത നമ്പേഴ്സൊക്കെ അതുപോലെ ഇടുക. ഓക്കെ, സോ യെസ്, ഇവിടെ നമ്മൾ എന്താ കൊടുത്തത്? എഫിന് നമ്മൾ 4 ആണ് കൊടുത്തത് അല്ലേ? എഫിന് നമ്മൾ 4 കൊടുത്തു. ഇനി നോക്കിയേ, ഇവിടെ എടുക്കാം 1 + e + 3 = 9, or 5 + e = 9, or e = 9 - 5, e = 4. അപ്പോൾ ഈ എന്ത് വന്നു? ഈ 4 വന്നു. ഓക്കെ, ഈ എന്ത് വന്നു? 4 വന്നു. ഈ 5 ആണ്. സോറി ഫോർ ദാറ്റ്. സോ 9 - 4, ഈ എത്ര വരും? 5 വരും അല്ലേ? ഈ എത്ര വന്നു? 5 വന്നു. ദാറ്റ് മീൻസ് ഇനി 2 നമ്പേഴ്സേ ബാക്കിയുള്ളൂ അല്ലേ? 6ഉം 9ഉം മാത്രം. അതായത് ഒന്നുകിൽ A6 ആകും, D9 ആകും, അല്ലെങ്കിൽ D6 ആകും, A9 ആകും. ഇവരുടെ ഡിഫറൻസ് ആണ് വേണ്ടത്. സോ ഞാൻ എന്ത് ചെയ്യുന്നു? ഇത് D ആയിട്ട് കൊടുക്കുന്നു, 9 A ആയിട്ട് കൊടുക്കുന്നു. സോ 9 - 6, ആൻസർ 3. A - D എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. സോ എന്ത് ചെയ്യുക? ഡിജിറ്റ്സ് ആഡ് ചെയ്യുക. ഡിജിറ്റ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം എന്തായിരുന്നു? നമുക്ക് C + F 2 വരണം. സോ നമ്മൾ C 8 കൊടുത്തു, F 4 കൊടുത്തു. അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ നമുക്ക് 2 കിട്ടി, ക്യാരി ഓവർ 1. B + 1 + 2 നമുക്ക് 10. അതിൽ നിന്ന് B എത്ര കിട്ടി? 7 കിട്ടി. ഓക്കെ, ഇനി ഈ റോ എടുത്തു. ഈ റോയിൽ
1 plus 3 plus e is equal to 9. 1 plus 3 plus e is equal to 9. 4 plus e is equal to 9. e is equal to 5 എന്ന് കിട്ടി. ഈ 5 എന്ന് കിട്ടി. സോ ഈ സൈഡിൽ ഇങ്ങനെ എഴുതിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ വാല്യൂസ് നമുക്ക് ആർക്കൊക്കെ കൊടുത്തു എന്ന്. ഇനി ആകെ 2 നമ്പറേ ഉള്ളൂ, 6ഉം 9ഉം. നമുക്ക് a മൈനസ് ഡി ആണ് വേണ്ടത്. a വലിയ നമ്പർ കൊടുക്കുക, a 9 കൊടുത്തു, d ആണെങ്കിൽ 6 കൊടുത്തു. സോ 9 മൈനസ് 6 എടുത്ത് 9 മൈനസ് 6 3 കിട്ടും. സോ ആൻസർ ഓപ്ഷൻ സി 3 ആണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി 3 ആണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ക്വസ്റ്റ്യൻ. സോ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ ഡിജിറ്റ്സിൻ്റെ ക്വസ്റ്റ്യൻ എത്ര ടൈം കൺസ്യൂമിങ് ആണ്. ടൈം കൺസ്യൂമിങ് അല്ല, നമ്മൾ കുറേ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇത് ടാക്കിൾ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് സെഷനിൽ നമ്മൾ വീണ്ടും കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ചെയ്യും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.